2007 പുറത്തിറക്കിയ വ്രോങ്ടൺ ടു ഡെഡ് എൻഡ് എന്ന മൂവിയുടെ പാർട്ട് 2 എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. ഓൾറെഡി ചാനലിൽ പാർട്ട് 1 എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഉറപ്പായും പാർട്ട് 1 എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ. പാർട്ട് 1 വീഡിയോ കാണാനായി മുകളിൽ കാണുന്ന ഐകാർഡിലോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുത്തിട്ടുള്ള ലിങ്ക് നിങ്ങൾക്ക് യൂസ് ചെയ്ത് കാണാവുന്നതാണ്. ഇവിടെ കുളിക്കടവിൽ നിന്ന് വന്ന യുവാവ് ഡയറക്ടറുടെ എഡിറ്റിംഗ് വാനിൽ വന്ന് കയറിയിരിക്കുമ്പോൾ വാന് ആരോ മൂവ് ചെയ്യുകയാണ്. എന്നാൽ അതാ നരഭോജികളായിരുന്നു. നരഭോജികൾ അവനെയും തുടർന്ന് കൊല്ലുകയാണ്. എന്നാൽ ഇതേ നേരത്ത് ബാക്കിയുള്ള 3 പേർ അവിടെ ഉണ്ടായിരുന്ന ഇറച്ചികൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് രക്ഷപ്പെട്ടു വന്ന യുവതി അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നത്. അവൾ അവരോട് കാര്യമെല്ലാം തുറന്നു പറയുകയാണ്. എന്നാൽ അതൊന്നും വിശ്വസിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. മറിച്ച് അവർ അവളെ കളിയാക്കാൻ തുടങ്ങുന്ന സമയത്ത് കഴിച്ചുകൊണ്ടിരുന്ന ഇറച്ചിയുടെ പീസ് ശ്രദ്ധിക്കുകയാണ്. എന്നാൽ അതിലൊരു മനുഷ്യൻ അടിച്ചിരുന്ന ടാറ്റുവിന്റെ പാട് കാണുകയാണ്. ഇത് കണ്ടതോടെ തങ്ങൾ കഴിച്ചിരുന്നത് മനുഷ്യ ഇറച്ചിയാണെന്ന് അവർക്ക് മനസ്സിലാവുകയും പേടിച്ച് ജീവന് വേണ്ടി വിരണ്ടോടുകയും ചെയ്യുന്നു. ഓടുന്ന വഴിക്ക് അവർ 2 പേര് വീതം 2 വഴിക്കായി പോകുന്നു. ഇവിടെ ആ നരഭോജികളുടെ വീട്ടിൽ നിന്നും ഒരു സാധാ മനുഷ്യനായ കിളവൻ ഇറങ്ങി വരികയാണ്. എന്നിട്ട് അവിടുത്തെ ജോലിയൊക്കെ ചെയ്യുന്നു. ഈ കാര്യമെല്ലാം നോക്കി വെച്ച് പ്രൊഡ്യൂസർ അകത്ത് കയറി അയാളെ ബന്ദിയാക്കുകയാണ്. അങ്ങനെ നീ ആരാണ്, നീ എവിടെ നിന്ന് വന്നു, ഇവരൊക്കെ ആരാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കിളവന്റെ സ്വഭാവ രൂപം മാറുകയാണ്. കിളവൻ ഡയറക്ടറിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിനെ തടുത്ത് അവിടെ 2 പേരും അടിപിടി കൂടുകയാണ്. അവസാനം ഒരു പടക്കം വെച്ച് കിളവനെ പൊട്ടിത്തെറിപ്പിക്കുന്നു. അയാളുടെ കഴപ്പ് അവിടെ തീർന്നു. ഇവിടെ 2 വഴിക്കായി പോയവർ വീണ്ടും ഒരുമിക്കുകയാണ്. അങ്ങനെ മുമ്പിലായി നടക്കുന്ന സമയത്ത് മുമ്പിലായി നരഭോജികൾ നിൽക്കുകയാണ്. അവർ 4 പേരും ചേർന്ന് നരഭോജികളെ അറ്റാക്ക് ചെയ്യുകയാണ്. ഈ ഒരു സംഭവത്തെ തുടർന്ന് പേടിച്ചോടിയ മറ്റേ യുവതി കാൽ തന്നെ ഒരു കുഴിയിലേക്ക് വീഴുന്നു. അവിടെ നിന്ന് ഓടി നരഭോജികൾ റോഡിനടുത്തെത്തുമ്പോൾ ബാക്കിയുള്ള നരഭോജികൾ കാറിലേക്ക് അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ അവരെയും കയറ്റി മറ്റുള്ളവരെ പിടിക്കാനുള്ള ശ്രമത്തിൽ അവർ വീണ്ടും മുന്നോട്ട് പോകുന്നു. താഴെ വീണ് കിടന്ന പെണ്ണിനെ ഓടി വന്നിരുന്ന കൂട്ടത്തിൽ ഒരാൾ കാണുകയാണ്. അങ്ങനെ അവൻ അവളെ രക്ഷിച്ച് മുകളിലേക്ക് കയറ്റുകയും അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോൾ നരഭോജികൾ അവിടേക്ക് വന്ന് അവരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു. അന്നേരം താഴെ വെള്ളത്തിലേക്ക് ചാടി 2 പേരും കഷ്ടിച്ച് തൽക്കാലം രക്ഷപ്പെടുന്നു. ഈ സമയത്ത് ഇവിടെ ഡയറക്ടർ നരഭോജികളെ കൊല്ലാനുള്ള അമ്പുകൾ റെഡിയാക്കി മുഖത്ത് കരിയൊക്കെ വാരിത്തേച്ച് ഒരു അംഗത്തിന് വേണ്ടി നിൽക്കുന്നു. എന്നാൽ ഈ സമയത്ത് ഇവിടെ ജീവന് വേണ്ടി മറ്റ് 2 പേർ ഓടുകയാണ്. അവരെ ലക്ഷ്യം വെച്ച് ഒരു നരഭോജി തൊട്ടു പിന്നിലുമുണ്ട്. അവസാനം നരഭോജികളുടെ കെണിയിൽ അവർ 2 പേരും വീഴുകയാണ്. തങ്ങൾ 2 പേരും ഇപ്പോൾ മരിക്കുമെന്ന കാര്യം അവർക്ക് ഉറപ്പാകുന്നു. ഇപ്പോൾ മരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അവർ 2 പേരും മുഖാമുഖം നോക്കി വിഷമത്തോടെ തൂങ്ങിക്കിടക്കുന്നു. പെട്ടെന്ന് ഒരമ്പ് അവരുടെ നെഞ്ചിൽ കൂടെ തറച്ചു കയറി അവന്റെ കണ്ണിൽ തറയ്ക്കുന്നു. അതോടെ 2 പേർക്കും ഒരുമിച്ചവിടെ ദാരുണമായ അന്ത്യം സംഭവിക്കുകയാണ്. മറ്റേ 2 പേർ വെള്ളത്തിൽ നിന്നും കരയിലേക്ക് വന്ന് മുമ്പിൽ കണ്ട ഒരു കെട്ടിടത്തിലേക്ക് പോവുകയാണ്. അവിടെ അവർ നോക്കുമ്പോൾ ഒരുപാട് വണ്ടികൾ പിടിച്ചു കൊണ്ടുവന്നിട്ടിരിക്കുന്നു. ഒപ്പം തങ്ങളുടെ എഡിറ്റിംഗ് ചെയ്യാനുള്ള വാനും അവിടെ കിടക്കുന്നത് കാണുകയാണ്. അങ്ങനെ അവൻ അകത്തേക്ക് കയറുമ്പോൾ അവിടെ നരഭോജി നിൽക്കുന്നു. തുടർന്ന് നരഭോജി അവരെ 2 പേരെയും കാലിനെയും കൈയിനെയും ലോക്ക് ചെയ്ത് പിടിച്ചു കൊണ്ടുപോകുന്നു. ഈ ഒരു കാഴ്ച പ്രൊഡ്യൂസർ ഒളിച്ചിരുന്ന് കാണുകയാണ്. നരഭോജി അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ആ പെണ്ണിനെ പിടിച്ച് കൂട്ടിലടച്ചിട്ടിരിക്കുന്നു. മറ്റവനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ പാചകം നടക്കുകയാണ്. ഓരോ പിടിച്ചുകൊണ്ടുവന്ന മനുഷ്യരെയും കൊന്ന് കറിവെച്ചു കൊണ്ടിരിക്കുന്നു. ഇറച്ചിക്കടയിൽ വെട്ടിയിടും പോലെ മനുഷ്യരുടെ തലയൊക്കെ വെട്ടിയിട്ടിരിക്കുന്നു. സ്വപ്നത്തിൽ പോലും കാണാൻ സാധിക്കാത്ത കൊടൂരമായ കാഴ്ച അവർ നേരിട്ട് കണ്ട് പേടിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടി പ്രൊഡ്യൂസർ അങ്ങോട്ടേക്ക് പോവുകയാണ്. ശേഷം നരഭോജി ഫാമിലി ആഹാരം കഴിക്കാൻ വേണ്ടി ഡിന്നർ ടേബിളിൽ വന്നിരിക്കുകയാണ്. ഒപ്പം അവളെയും പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നു. എന്നിട്ട് മനുഷ്യമാംസം അവളെ കൊണ്ട് തീറ്റിപ്പിക്കുകയാണ്. അപ്പോഴേക്കും പുറത്ത് കാർ ഗാരേജിൽ നിന്നും സൗണ്ട് കേട്ട് അവരെല്ലാം തോക്കുമെടുത്ത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഡയറക്ടർ ഒരു നരഭോജിയെ വെടിവെച്ച് കൊല്ലുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള നരഭോജികളുടെ കണ്ണിൽപ്പെടാതെ പതുക്കെ അവർ 2 പേരുടെയും അടുത്ത് വന്ന് അവരെ സഹായിക്കുന്നു. പക്ഷേ കഷ്ടകാലത്തിന് പിന്നിൽ നിന്നും ഡയറക്ടറുടെ കഴുത്തിനെ കമ്പി കൊണ്ട് ലോക്ക് ചെയ്ത് കൊല്ലുകയാണ്. ഈ തക്കത്തിന് മറ്റേ പെണ്ണ് പുറത്തേക്കിറങ്ങുകയാണ്. എന്നാൽ അവൻ പുറത്തേക്കിറങ്ങുന്നതിന് മുമ്പ് നരഭോജികൾ അവനെ പിടികൂടുകയാണ്. എന്നിട്ട് അവർ മനുഷ്യരെ കൊല്ലാൻ ഉപയോഗിക്കുന്ന മെഷീനിലിട്ട് ചതച്ചരച്ചെടുക്കാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് മനസ്സോടെ അവൾ ചാടി വന്ന് നരഭോജിയുടെ കഴുത്തിൽ കയറി കടിച്ചെടുക്കുകയാണ്. ജസ്റ്റ് മിസ്സിന് മെഷീനകത്ത് നിന്നും അവൻ രക്ഷപ്പെടുകയാണ്. തുടർന്ന് അവിടെ ഒരു വലിയ അടിപിടി ഉണ്ടാകുന്നു.
ആ ഫൈറ്റിനിടയിൽ നരഭോജിയുടെ ഒരു കൈ മെഷീനിൽ കൊണ്ട് ചതഞ്ഞരയുകയാണ്. ഇത് കണ്ട് നരഭോജിയുടെ ഭാര്യ വന്ന് അവനെ രക്ഷിക്കുകയും തുടർന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മുമ്പിലോട്ട് വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്വിച്ച് അവൾ പ്രസ് ചെയ്യുകയാണ്. അത് പ്രസ് ചെയ്തത് കൊണ്ട് ഒരു വലിയ ഇരുമ്പ് കട്ട നേരെ വന്ന് അവരെ ഇടിച്ച് മെഷീനകത്തേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന 2 നരഭോജികളും ക്രൂരമായി മെഷീനകത്തേക്ക് ചതഞ്ഞരിഞ്ഞ് ജാമായി ഒരു ബക്കറ്റിൽ വന്ന് വീഴുകയാണ്. അങ്ങനെ കൂട്ടുകാരെ എല്ലാവരെയും നഷ്ടപ്പെട്ട് അവസാനം 2 പേർ മാത്രമായി അവരങ്ങനെ നടന്നു പോവുകയാണ്. ഇതുകൊണ്ടൊന്നും ഈ കാര്യങ്ങൾ ഇവിടെ അവസാനിച്ചിട്ടില്ല. കാരണം ആ കാട്ടിനകത്ത് വീട്ടിലെ ജനിച്ച കുഞ്ഞിന് ഒരു മനുഷ്യന്റെ കൈവിരൽ കൊടുക്കുകയാണ്. ആ നരഭോജി കുഞ്ഞ് അതിനെ കൊതിയോടെ കടിച്ചു തിന്നുന്നു. ഇനി ഇവൻ വളർന്ന് ഇവിടെ വരുന്നവരെ കൊല്ലാൻ വേണ്ടി കാത്തു നിൽക്കും. ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.